സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ വീട്ടിൽ ഇറച്ചിച്ചോറ് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് ആ രീതിയാണ് കാണിക്കുന്നത്. രുചിയോടുകൂടി വളരെ പെട്ടെന്ന് ഇറച്ചിച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറച്ചിയിൽ ചേർക്കുന്നതിനായിട്ട് 5 പച്ചമുളകും 12 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലൊന്ന് അരഞ്ഞു പോകാതെ ചതച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് മെഷറിംഗ് കപ്പിന് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസോ ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അരി നല്ലവണ്ണം കഴുകി വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. കുക്കറിലാണ് ഇറച്ചി വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം വഴറ്റി കൊടുക്കാം. വഴന്ന് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട. ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. തക്കാളി വെന്ത് ഉടഞ്ഞ് കിട്ടണം, അതുവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലവണ്ണം ഉടഞ്ഞ് സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. പൊടികളുടെ എല്ലാം പച്ചച്ചുവ മാറി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. സവാളയ്ക്കും ഇറച്ചിക്കും ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇറച്ചി മസാലയും മല്ലിയിലയും എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. മിക്സാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇറച്ചി വേകുന്നതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സവാളയിലും ഇറച്ചിയിലും ഒക്കെയുള്ള വെള്ളം കൊണ്ട് ഇറച്ചി വെന്ത് കിട്ടും. ഇറച്ചി വെന്ത ഗ്രേവിയിലാണ് ചോറ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കുക്കർ ലിഡ് കൊണ്ട് അടച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ 1ഉം മീഡിയം ഫ്ലെയിമിൽ 5ഉം വിസിലടിച്ചിട്ടുണ്ട്. എയർ ഫുള്ളും പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ നിന്നും ഇറച്ചിയും കട്ടിയുള്ള മസാലയും കൂടി കോരി മാറ്റണം. കഷ്ണങ്ങൾ കോരി മാറ്റിയിട്ട് ഗ്രേവി ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇതൊന്ന് അളന്ന് നോക്കിയിട്ട് വേണം ബാക്കി വെള്ളം കൂടി ചേർത്ത് അരി വേവിച്ചെടുക്കാൻ. മെഷറിംഗ് കപ്പിന് 1 കപ്പ് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇനി 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഇറച്ചിയിൽ ചേർത്തതിൻ്റെ ബാക്കി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും മാറ്റി വെച്ചിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചോറിനാവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റ് കൊണ്ട് ഗ്രേവി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന ഈ അരിയുടെ കൂട്ടത്തിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ചോറെല്ലാം നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്.
റൈസേ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത് ഈ രീതിയിലാണോ? ഇല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.